ഫാഷിസ്റ്റുകളായിരിക്കും സമകാലിക ചരിത്രം. അതാണെന്ന് തോമസ് ഐസക്കിനെ ഓർമ്മപ്പെടുത്താണ് സാർ. ഇവിടെ ബി.ജെ.പിയെ പ്രതിരോധിക്കാൻ നിങ്ങൾ ബി.ജെ.പിയുടെ വഴിയെ സഞ്ചരിക്കുന്നത് ഇടതുപക്ഷം ചെയ്യുന്ന ചരിത്രത്തിലെ മറ്റൊരു ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ ആയിരിക്കും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒറിജിനൽ ഹിന്ദുത്വമുണ്ട്, പിന്നെ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ഹിന്ദുത്വമായിട്ട് കടന്നു വരേണ്ട കാര്യമില്ല. ഇവിടെ മോഡി മെയ്ഡ് തൊഗാഡിയ ബ്രാൻഡ് ഒറിജിനൽ തീവ്ര ഹിന്ദുത്വം കേരള രാഷ്ട്രീയത്തിന്റെ മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അവിടെ നിങ്ങൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് കുന്നക്കുളം മെയ്ഡായിട്ട് വന്നാൽ ആരും അത് എടുക്കാൻ വേണ്ടി പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇടതുപക്ഷത്തിന് ചാഞ്ചാട്ടം ഉണ്ടാവേണ്ട കാര്യമില്ല. നിങ്ങൾക്കിപ്പോ കൺഫ്യൂഷൻ വേണ്ട. നിങ്ങൾ മൃദുഹിന്ദുത്വവുമായിട്ട് മുന്നോട്ട് വരലാണ് ബി.ജെ.പിയെ തടുക്കാനുള്ള മാർഗം എന്ന് നിങ്ങൾ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾക്ക് ചാഞ്ചാട്ടം വേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ തത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് നിങ്ങൾക്കിപ്പോ കരണീയമായിട്ടുള്ളത് സാർ. ഇവിടെ ഞങ്ങളെക്കുറിച്ച് ഇവിടെ പലരും വിമർശനങ്ങൾ പറഞ്ഞു. പക്ഷേ എന്ത് വിഷലിപ്തമായ പ്രചരണം നടത്തിയാലും മതേതര സമൂഹം ലീഗിനെ അവിശ്വസിക്കില്ല. ഞങ്ങളുടെ ചരിത്രം ഒരു തുറന്ന പുസ്തകമാണ്. ഇന്നലെ മഴക്ക് പൊട്ടിമുളച്ചതല്ല. നവകേരള നിർമ്മിതിയിൽ പങ്കാളികളായവരാണ് ഞങ്ങൾ. കേരളത്തിന്റെ ആദ്യ നിയമസഭ തൊട്ട് ഈ 13ാം നിയമസഭ വരെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ ഉണ്ടായിട്ടുണ്ട് സാർ. ഞങ്ങൾ ഭരണരംഗത്തും പ്രതിപക്ഷത്തും ഇരുന്നിട്ടുണ്ട്. ഈ നാടിന്റെ മതേതര സംസ്കാരത്തിന് പോറലേൽപ്പിക്കുന്ന ഒന്നും ഞങ്ങളോ ഞങ്ങളുടെ മുൻഗാമികളോ ചെയ്തിട്ടില്ല. ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ എല്ലാ വകുപ്പുകളുടെയും മന്ത്രിമാരായി ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. മികവുറ്റ ഭരണകർത്താക്കളായേ ഞങ്ങളെ കേരള ജനത കണ്ടിട്ടുള്ളൂ. ഒരു ബഹുസ്വര സമൂഹത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് പ്രാമുഖ്യമുള്ള രാഷ്ട്രീയം ഞങ്ങൾ വളരെ കരുതലോടെ മാത്രമേ കൈകാര്യം ചെയ്തിട്ടുള്ളൂ. ന്യൂനപക്ഷ സമൂഹത്തിൽ നിന്ന് തീവ്രവാദികളും മതേതര വിരുദ്ധരും ഉണ്ടായപ്പോ അത് ഡൽഹി ഇമാമായാലും അത് മദനിയായാലും സിമി ആയാലും NDF ആയാലും SDP ആയാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും അവരോടൊക്കെ പോരാടിയത് മുസ്ലിം ലീഗ് പാർട്ടിയാണ്. ന്യൂനപക്ഷത്തെ മതേതരത്വത്തിന്റെ മാർഗത്തിൽ നിലനിർത്തിയത് ഞങ്ങളുടെ പ്രവർത്തനങ്ങളാണെന്ന് പല സന്ദർഭങ്ങളിലും പല ചർച്ചകളിലും നിങ്ങൾ പോലും ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട് എന്നുള്ളത് സാന്ദർഭികമായി ഇവിടെ സൂചിപ്പിക്കുകയാണ്. മതസൗഹാർദ്ദവും മതേതരത്വവും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ചാണ് ലീഗ് പ്രവർത്തിച്ചത്, പെരുമാറിയത്. ഇത് തന്നെ ഇനിയും ഞങ്ങൾ തുടരും. നിങ്ങൾ എത്ര പ്രകോപിപ്പിച്ചാലും, നിങ്ങൾ ഏത് രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിയാലും ഞങ്ങൾക്കൊരു മാർഗമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് CH കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിൽ എല്ലാവരും പറഞ്ഞു ആരാ യോഗ്യൻ എന്ന് ചോദിച്ചപ്പോ CH ആണ് യോഗ്യൻ എന്ന് പറഞ്ഞു. അന്ന് അതേ പാർട്ടി തന്നെയാണ്, ആ CHന്റെ പാർട്ടി തന്നെയാണ് ഇന്നും ഇവിടെ ഈ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. CHൽ ആരും വർഗീയത കണ്ടില്ല, CHൽ ആരും തീവ്രവാദം കണ്ടില്ല. അതുപോലെ ഇവിടെ ഞങ്ങൾ ഉപമുഖ്യമന്ത്രിയായിട്ടുണ്ട്. ഈ സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിലെ ന്യൂനപക്ഷ രാഷ്ട്രീയമാണ്. അതിൽ പാലിക്കേണ്ട ജാഗ്രതയോടുകൂടി തന്നെയാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ 4 പതിറ്റാണ്ട് കാലം ഈ രാഷ്ട്രീയ നൗകയെ മുന്നോട്ട് നയിച്ചത്. നിങ്ങളാണ് പറഞ്ഞത് ശിഹാബ് തങ്ങൾ ഈ സംസ്ഥാനത്തെ മതസൗഹാർദ്ദത്തിന്റെ അംബാസഡറാണെന്ന്. ശിഹാബ് തങ്ങളുടെ രാഷ്ട്രീയത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെയാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ചില മോഹഭംഗം വന്ന ആളുകൾ അപ്പുറത്ത് നിന്ന് ഞങ്ങളെക്കുറിച്ച് വല്ലതും പറഞ്ഞാൽ അതിന്റെ പേരിലൊന്നും തകർന്നു പോകുന്നതല്ല ലീഗിന്റെ വിശ്വാസ്യത എന്ന് ബന്ധപ്പെട്ടവരെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് സാർ. ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട് സാർ. ഇവിടെ നമുക്കറിയാം, പ്രവാസികളെ കുറിച്ച് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും 100 നാവാണ്. പ്രവാസിക്ക് വോട്ട് വേണം. നമ്മൾ എത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട്. ഇവിടെ ഇപ്പോ കേന്ദ്രത്തിൽ അതിനുള്ള നിയമ ഭേദഗതികളും സുപ്രീം കോടതിയുടെ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ സാർ ഒരു അവസരം വന്നപ്പോ നമ്മളെ കേരളത്തിലെ ഗവൺമെന്റ് ഇവിടുത്തെ പഞ്ചായത്ത് വകുപ്പും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി വകുപ്പും ഒക്കെ തീരുമാനിച്ചു അവർക്ക് വോട്ട് കൊടുക്കാന്ന്. പക്ഷേ സർവകക്ഷി യോഗത്തിൽ CPM